ആത്മീയ പാതയിൽ ഒരു വ്യക്തി സസ്യാഹാരിയാകാൻ ശുപാർശ ചെയ്യുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. എല്ലാ ജീവജാലങ്ങളിലും ആത്മീയ സ്വഭാവം കാണേണ്ടതുണ്ട് എന്നതാണ് ഒരു പ്രധാന കാരണം. അതിനാൽ മൃഗങ്ങളും മറ്റു ജീവികളും ഇതിൽ ഉൾപ്പെടുന്നു. സാർവത്രിക സാഹോദര്യം എന്നാൽ മനുഷ്യർക്കും മൃഗങ്ങൾക്കും അഹിംസ എന്നാണ് അർത്ഥമാക്കുന്നത്. മൃഗങ്ങൾക്കും ആത്മാക്കൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക എന്നതാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അവ ജീവനുള്ളവയാണ്, ബോധമുള്ളവയാണ്, വേദന അനുഭവിക്കുന്നു. ആത്മാവിൻ്റെ ലക്ഷണമായ ബോധത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സൂചനകളാണിവ. ബൈബിളിൽ പോലും മറ്റു പല പേജുകളിലും മൃഗങ്ങളെയും മനുഷ്യരെയും നൈഫിഷ്, അതായത് ജീവാത്മാക്കൾ എന്നാണ് പരാമർശിക്കുന്നത്. എന്നിരുന്നാലും മൃഗങ്ങളെ ഭക്ഷിക്കാനോ വയറിനുള്ള ഭക്ഷണ സ്രോതസ്സായി അവരെ കാണാനോ ഉള്ള ആഗ്രഹം കാരണം മാംസം കഴിക്കുന്ന എല്ലാവർക്കും ആത്മീയ സ്വഭാവം മനസ്സിലാക്കാൻ അത്ര എളുപ്പത്തിന് കഴിയില്ല. എല്ലാത്തിനും ഉപരി എല്ലാ ജീവജാലങ്ങളും സാരാംശത്തിൽ ആത്മീയമാണെന്നുള്ള ബോധം എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ആത്മാവിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുവെങ്കിൽ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അവയെ അനാവശ്യമായി കൊല്ലാൻ കഴിയും? ഏതൊരു ജീവിയും നമ്മളെപ്പോലെ തന്നെയാണ്. കാരണം അത് ഒരേ പിതാവിൻ്റെ കുട്ടിയാണ്, ഒരേ പരമാത്മാവിൻ്റെ ഭാഗമാണ്. അതിനാൽ മൃഗങ്ങളെ കൊല്ലുന്നത് ആത്മീയ അവബോധത്തിൻ്റെ വലിയ അഭാവത്തെ കാണിക്കുന്നു. വേദസാഹിത്യത്തിലെ പല ഭാഗങ്ങളിലും പരമപുരുഷൻ എണ്ണമറ്റ ജീവജാലങ്ങളും മനുഷ്യരെയും മൃഗങ്ങളെയും പരിപാലിക്കുന്നവനാണെന്നും എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുന്നവനാണെന്നും വിവരിക്കുന്നു. ആത്മീയ ബോധമുള്ളവർക്ക് മാത്രമേ എല്ലാ സൃഷ്ടികളിലും പരമാത്മാവായി വികാസം പ്രാപിക്കുന്ന അതേ പരമപുരുഷനെ കാണാൻ കഴിയൂ. മനുഷ്യരോട് ദയയും ആത്മീയതയും പുലർത്തുകയും മൃഗങ്ങളോട് കൊലയോ ശത്രുതയോ ആകുന്നതും സന്തുലിതമായൊരു തത്വചിന്തയല്ല. അത് ഒരാളുടെ ആത്മീയ അജ്ഞാനതയെ പ്രകടിപ്പിക്കുന്നു. സസ്യാഹാരിയാകാനുള്ള അടുത്ത കാരണം കശാപ്പ് വ്യവസായത്തിൽ മൃഗങ്ങൾ അനുഭവിക്കുന്ന ഭയത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും അളവ് പരിഗണിക്കുക എന്നതാണ്. ഭയത്താൽ പശുക്കൾ അകത്തിരിക്കുമ്പോഴോ കശാപ്പ് ശാലയിലേക്ക് കൊണ്ടുപോകുന്നതിനു മുമ്പോ കരയുകയും നിലവിളിക്കുകയും ചിലപ്പോൾ ചത്തുവീഴുകയും ചെയ്യുന്നതിൻ്റെ എണ്ണമറ്റ കഥകളുണ്ട്. അല്ലെങ്കിൽ ചത്ത പന്നികളുടെ സിരകൾ വളരെ വലുതായതിനാൽ അവ പന്നി അനുഭവിച്ച ഭയത്തിൽ നിന്നും കശാപ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഉൽപ്പാദിക്കപ്പെട്ട അഡ്രിനാൽ മൂലം പ്രായോഗികമായി പൊട്ടിത്തെറിച്ചിരിക്കുന്നു എന്ന് ഇത് കാണിക്കുന്നു. ഇത് തീർച്ചയായും അന്തരീക്ഷത്തിൽ വലിയ അളവിൽ ആക്രമണം വ്യാപിക്കാൻ കാരണമാകുന്നു. അത് പുറത്തുപോയി ഏതെങ്കിലും രൂപത്തിൽ നമ്മുടെ മേൽ പതിക്കുന്നു. കൂടാതെ മൃഗത്തിൽ അഡ്രിനാലിനും ഭയവും വിഷവസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അത് മാംസം കഴിക്കുന്ന ഈ മൃഗങ്ങളുടെ ശരീരത്തിൽ തുളച്ചു കയറുന്നു. അത്തരം വസ്തുക്കൾ കഴിക്കുന്ന ആളുകൾ ഇത് ബാധിക്കാതിരിക്കാൻ കഴിയില്ല. ഇത് അവരിൽ വ്യക്തിഗതമായ പിരിമുറുക്കങ്ങൾക്ക് കാരണമാകുന്നു. തുടർന്ന് മറ്റുള്ളവരുമായുള്ള ബന്ധത്തിന് ഇത് വ്യാപിക്കുന്നു. മനുസംഹിതയിലെ പുരാണ വേദഗ്രന്ഥം പറയുന്നു, സ്വയം സുഖം പ്രാപിക്കാനുള്ള ആഗ്രഹത്താൽ നിരപരാധിയായ ജീവികളെ ഉപദ്രവിക്കുന്നവർ ഒരിക്കലും സന്തോഷം കണ്ടെത്തുന്നില്ല. ജീവിച്ചിരിക്കുന്നവനോ മരിച്ചവനോ അല്ല. ജീവജാലങ്ങൾക്ക് ബന്ധനങ്ങളുടെയും മരണത്തിൻ്റെയും കഷ്ടപ്പാടുകൾ വരുത്താൻ ശ്രമിക്കാതെ എല്ലാ ജീവജാലങ്ങളുടെയും നന്മ ആഗ്രഹിക്കുന്നവർ അനന്തമായ ആനന്ദം നേടുന്നു. ജീവജാലങ്ങൾക്ക് പരിക്കേൽക്കാതെ മാംസം ഒരിക്കലും ലഭിക്കില്ല. ജീവജാലങ്ങൾക്ക് പരിക്കേൽക്കുന്നത് സ്വർഗീയ ആനന്ദം നേടുന്നതിന് ഹാനികരമാണ്. അതിനാൽ അവൻ മാംസത്തിൻ്റെ ഉപയോഗം ഒഴിവാക്കട്ടെ. ബൈബിൾ ഇങ്ങനെയും പറയുന്നു, മാംസം തിന്നുന്നതും വീഞ്ഞു കുടിക്കുന്നതും നല്ലതല്ല. മറ്റൊരു ബൈബിൾ കൽപ്പന ശത്രുവിൻ്റേതാണെങ്കിൽ പോലും വേദനിക്കുന്ന മൃഗങ്ങളോട് സഹായിക്കാൻ നമ്മോട് നിർദ്ദേശിക്കുന്നു. ബുദ്ധമത ഗ്രന്ഥം ഇങ്ങനെയും ഉദ്ദേശിക്കുന്നു, അവൻ ഒരു ജീവിയെയും നശിപ്പിക്കാനിരിക്കുകയോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികൾ അനുവദിക്കരുത്. ശക്തരായവരെയും ലോകത്തിൽ വിറയ്ക്കുന്നവരെ പോലും ഉപദ്രവിക്കുന്നതിൽ നിന്ന് അവൻ വിട്ടുനിൽക്കട്ടെ. ബുദ്ധമതഗ്രന്ഥമായ മഹാനിർവാണ സൂത്രത്തിലും മാംസം കഴിക്കുന്നത് വലിയ കാരുണ്യത്തിൻ്റെ വിത്തിനെ കെടുത്തിക്കളയുന്നു എന്ന് പറയുന്നുണ്ട്. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം വേട്ടക്കാരുമായുള്ള സഹവാസം വിലക്കുന്നു. വേട്ടയാടലിൽ ഏർപ്പെടുന്നത് പരാമർശിക്കേണ്ടതല്ല. പുതിയ നിയമത്തിൽ യേശു യാഗത്തിനേക്കാൾ കരുണയാണ് ഇഷ്ടപ്പെട്ടത്. കൂടാതെ യാഗത്തിനായി മൃഗങ്ങളെ വാങ്ങുന്നതും വിൽക്കുന്നതും അവൻ എതിർത്തു. യേശുവിൻ്റെ ദൗത്യത്തിലൊന്നും മൃഗബലിയും മൃഗങ്ങളോടുള്ള ക്രൂരതയും ഇല്ലാതാക്കുക എന്നതായിരുന്നു. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കൊലപാതകത്തിൻ്റെയും രക്തച്ചൊരിച്ചിലിന് യേശു പുച്ഛിക്കുന്നതായി യെശയ്യായിൽ നാം പ്രത്യേകിച്ച് കാണുന്നു. മൃഗങ്ങളെ കൊല്ലുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നു. നിങ്ങളുടെ പാപങ്ങൾ അവൻ്റെ മുഖം നിങ്ങളിൽ നിന്ന് മറച്ചിരിക്കുന്നു, അതിനാൽ അവൻ നിങ്ങളെ കേൾക്കുന്നില്ല. നിങ്ങളുടെ കൈകൾ രക്തം പുരണ്ടിരിക്കുന്നു, അവരുടെ കാലുകൾ തിന്മയിലേക്ക് ഓടുന്നു. അവർ നിരപരാധിയായ രക്തം ചൊരിയാൻ തുടക്കം കൂട്ടുന്നു. സമാധാനത്തിൻ്റെ വഴികൾ അവർ അറിയുന്നില്ല. യെശയ്യാവ് താൻ കണ്ടതായി വിലപിക്കുന്നു. സന്തോഷവും ആനന്ദവും, കന്നുകാലികളെ അറുക്കലും ആടുകളെ അറുക്കലും മാംസം തിന്നലും വീഞ്ഞു കുടിക്കലും നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് തിന്നാം കുടിക്കാം, നാളെ നമ്മൾ മരിക്കും. ബൈബിളിൽ ഇത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. കാളയെ കൊല്ലുന്നവൻ മനുഷ്യനെ കൊല്ലുന്നവനെ പോലെയാണ്.
മാംസത്തിൻ്റെ നീരാവി ആത്മാവിൻ്റെ വെളിച്ചത്തെ ഇരുണ്ടതാക്കുന്നു. മാംസാഹാരങ്ങളും വിരുന്നുകളും ആസ്വദിച്ചാൽ ഒരാൾക്ക് പുണ്യമുണ്ടാകില്ല. അതിനാൽ നമ്മുടെ വിശപ്പ് ശമിക്കാൻ മൃഗങ്ങളെ കൊല്ലുന്നതിന് പകരം മറ്റ് വഴികൾ കണ്ടെത്തണം. പ്രത്യേകിച്ച് ആരോഗ്യമായ മറ്റു ഭക്ഷണങ്ങൾ ധാരാളം ലഭ്യമാകുമ്പോൾ അല്ലെങ്കിൽ അത്തരം ആക്രമണങ്ങൾക്കെതിരെ പ്രതികരണങ്ങൾ ഉണ്ടാകണം. മാംസഭോജനത്തിനോ ദുരുപയോഗത്തിനോ ലക്ഷക്കണക്കിന് മൃഗങ്ങളെ അനാവശ്യമായി കൊല്ലുന്നത് തുടർന്നാൽ നമുക്ക് ലോകത്ത് സമാധാനം പ്രതീക്ഷിക്കാനാവില്ല. സസ്യാഹാരിയായിരിക്കാനുള്ള മൂന്നാമത്തെ ഘടകം കർമ്മമാണ്. തെർമോഡൈനാമിക്സിൻ്റെ രണ്ടാമത്തെ നിയമം പറയുന്നത് പോലെ ഓരോ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതികരണം ഉണ്ടായിരിക്കണം. സാർവത്രിക തോതിൽ ഇതിനെ കർമ്മനിയമം എന്ന് വിളിക്കുന്നു. അതായത് ചുറ്റും സംഭവിക്കുന്നത് സംഭവിക്കുന്നു. ഇത് ഓരോ വ്യക്തിയെയും സമൂഹത്തെയും രാജ്യത്തെയും ബാധിക്കുന്നു. രാഷ്ട്രം വിതയ്ക്കുമ്പോൾ നമ്മളത് കൊയ്യും. ഇത് നമ്മൾ വളരെ ഗൗരവമായി എടുക്കേണ്ട ഒന്നാണ്. പ്രത്യേകിച്ച് ലോകത്തിലേക്ക് സമാധാനം, ഐക്യം എന്നിവ കൊണ്ടുവരാനുള്ള നമ്മുടെ ശ്രമത്തിൽ മൃഗങ്ങളെ കൊല്ലുന്നതിലൂടെ ഇത്രയധികം ആക്രമണം ഉണ്ടാകുന്നുവെങ്കിൽ ഈ ആക്രമണത്തോടുള്ള പ്രതികരണങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾ കരുതുന്നു? അയൽപ്പക്ക കുറ്റകൃത്യങ്ങളുടെയും സമൂഹ കുറ്റകൃത്യങ്ങളുടെയും രൂപത്തിലും ലോകമഹായുദ്ധങ്ങൾ വരെ പലതരത്തിൽ അത് നമ്മളിലേക്ക് തിരിച്ചു വരുന്നു. ആക്രമണത്തെ വളർത്തുന്നു. അതിനാൽ എങ്ങനെ മാറ്റണമെന്ന് നമുക്കറിയില്ലെങ്കിൽ ഇത് തുടരും. അതുകൊണ്ട് ആത്മീയവാദത്തിൽ ഭഗവാൻ താൻ സ്വീകരിക്കുന്ന വഴിപാടുകളെക്കുറിച്ചും വിവരിക്കുന്നു. ആരെങ്കിലും സ്നേഹത്തോടെയും ഭക്തിയോടെയും കൂടി എനിക്കൊരു ഇല, ഒരു പൂവ് അല്ലെങ്കിൽ ഒരു പഴം അല്ലെങ്കിൽ വെള്ളം സമർപ്പിച്ചാൽ ഞാനത് സ്വീകരിക്കും. അങ്ങനെ ഭഗവാൻ പഴങ്ങൾ, ധാന്യങ്ങൾ, സസ്യാഹാരങ്ങൾ എന്നിവ സ്വീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. മത്സ്യം, മുട്ട തുടങ്ങിയ ഭക്ഷണങ്ങൾ ഭഗവാൻ സ്വീകരിക്കുന്നില്ല. മറിച്ച് ശുദ്ധവും മനുഷ്യരെ ഉപദ്രവിക്കാത്തതുമായ ഭക്ഷണം മാത്രമേ ഭഗവാൻ സ്വീകരിക്കുന്നുള്ളൂ. അതുകൊണ്ട് ആത്മീയപാതയിൽ ദൈവത്തിന് ആദ്യം സമർപ്പിക്കുന്ന ഭക്ഷണം കഴിക്കുന്നത് സസ്യാഹാരത്തിൻ്റെ ആത്യന്തിക പൂർണ്ണതയാണ്. മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യം ദൈവവുമായുള്ള ആത്മാവിൻ്റെ യഥാർത്ഥ ബന്ധത്തെ പുനരുജ്ജീവിക്കുക എന്നതാണെന്നും പ്രസാദം സ്വീകരിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മെ സഹായിക്കുമെന്നും വേദസാഹിത്യം വിശദീകരിക്കുന്നു.